أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم. ഈ ആയത്തിൻ്റെ തർജ്ജമ ഇപ്രകാരമാണ്: നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നതുവരെ നിങ്ങൾ പരിപൂർണ നന്മ പ്രാപിക്കുകയില്ല. നിങ്ങൾ ഏതൊന്ന് ചെലവഴിക്കുന്നുവോ അതിനെക്കുറിച്ച് അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാകുന്നു. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ഹസ്രത്ത് ഖലീഫത്ത് മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹു എഴുതി, വിശുദ്ധ ഖുർആനിൽ സൂറ ബഖറയിലെ ആദ്യത്തെ റുക്കു ആരംഭിക്കുന്നിടത്ത് മുത്തക്കിയെക്കുറിച്ച്, സൂക്ഷ്മത പാലിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞു. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അതായത് അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്നും അവർ ചെലവഴിക്കുന്നു. ഇത് ആദ്യ റുക്കുവിലെ പരാമർശമാണ്. പിന്നീട് ഈ സൂറത്തിൽ പലയിടത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധനവ്യയത്തിന്, ഇൻഫാഖ് ഫീ സബീലില്ലാക്ക് വലിയ ഊന്നൽ നൽകിയിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ ധനത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നതുവരെ നിങ്ങൾക്ക് യഥാർത്ഥ നന്മ കൈവരിക്കാനാവില്ല. മിമ്മാ തുഹിബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവയിൽ നിന്ന് എന്നതിനർത്ഥം എൻ്റെ വീക്ഷണത്തിൽ ധനമാണ്. കാരണം അള്ളാഹു പറയുന്നു, വൈനഹു ലിഹുബിൽ ഖൈരി ലശദീദ്, തീർച്ചയായും മനുഷ്യന് ധനത്തോട് കടുത്ത സ്നേഹമുണ്ട്. അതിനാൽ യഥാർത്ഥ നന്മ ലഭിക്കുന്നതിന് നിങ്ങളുടെ പ്രിയപ്പെട്ട വസ്തുവായ ധനത്തിൽ നിന്ന് ചെലവഴിച്ചു കൊണ്ടിരിക്കുക എന്നത് അത്യാവശ്യമാണ്. ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമും പലയിടങ്ങളിൽ ഇതിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഒരിടത്ത് അദ്ദേഹം പറയുന്നു, ധനത്തോട് സ്നേഹം പാടില്ല. അള്ളാഹു അരുളി ചെയ്യുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വസ്തുക്കളിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതുവരെ നിങ്ങൾ ഒരിക്കലും പുണ്യം നേടുന്നതല്ല. തുടർന്ന് മഹാത്മാവ് പറയുന്നു, ഉപയോഗശൂന്യവും നിസ്സാരവുമായ വസ്തുക്കൾ ചെലവഴിക്കുന്നതിലൂടെ ഒരാൾക്കും നന്മ ചെയ്യുന്നു എന്ന് അവകാശപ്പെടാനാവില്ല. നന്മയിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതാണ്. അതിനാൽ നിസ്സാരമായ കാര്യങ്ങൾ ചെലവഴിക്കുന്നതിലൂടെ ആർക്കും അതിൽ പ്രവേശിക്കാനാവില്ല എന്ന കാര്യം നന്നായി മനസ്സിലാക്കിക്കൊള്ളുക. കാരണം ഖണ്ഡിതമായ പ്രമാണം ഇതാണ്: ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, ഏറ്റവും പ്രിയപ്പെട്ടതും ഇഷ്ടപ്പെട്ടതുമായ വസ്തുക്കൾ ചെലവഴിക്കുന്നതുവരെ പ്രിയപ്പെട്ടവൻ എന്ന പദവി നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. കഷ്ടപ്പാടുകൾ സഹിക്കാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ, യഥാർത്ഥ നന്മ സ്വായത്തമാക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വിജയികളും ലക്ഷ്യം പ്രാപിച്ചവരുമാകാൻ കഴിയും? ചിലപ്പോൾ നന്നായി സമ്പാദിക്കുന്നവർ സാമ്പത്തിക ത്യാഗങ്ങളിൽ ഒരു സാധാരണ ഇടത്തരം വരുമാനക്കാരനായ അഹമ്മദിയുടെ നിലവാരത്തിൽ പോലും എത്തുന്നില്ല. അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഥാർത്ഥ ത്യാഗം എന്നത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് അവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നതാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാകുകയുള്ളൂ, അവൻ്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളാകാനും സാധിക്കുകയുള്ളൂ. അള്ളാഹു ഒന്നോ രണ്ടോ സ്ഥലത്തല്ല, മറിച്ച് ഖുറാനിൽ പലയിടത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധനവ്യയത്തിന് കൽപ്പന നൽകിയിട്ടുണ്ട്.
ഉദാഹരണത്തിന് ഒരിടത്ത് അള്ളാഹു അരുളി ചെയ്യുന്നു, വഅൻഫിഖൂ ഫീ സബീലില്ലാഹി വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ധനം ചെലവഴിക്കുക, നിങ്ങളുടെ കൈകളാൽ നിങ്ങൾ സ്വയം നാശത്തിൽ ആപതിക്കരുത്, നിങ്ങൾ നന്മ ചെയ്യുക, നിശ്ചയമായി നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതിനാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുന്നത് ചിലപ്പോൾ നാശത്തിൽ കൊണ്ടെത്തിക്കും. ഒരു വശത്ത് ഈ കാലഘട്ടത്തിൽ ഇമാമിനെ വിശ്വസിക്കുന്നവരാണെന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം പൂർത്തീകരിക്കുന്നവരാണെന്നും അദ്ദേഹത്തിന്റെ പ്രവചന പ്രകാരം മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ജമാഅത്തിൽ പ്രവേശിച്ചവരാണെന്നുള്ള അവകാശവാദം ഉന്നയിക്കുകയും മറുവശത്ത് ചിലപ്പോൾ സാമ്പത്തിക ത്യാഗങ്ങളിൽ വൈമനസ്യം കാണിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. പൊതുവെ ചിലപ്പോൾ സാമ്പത്തിക ത്യാഗങ്ങളിൽ ജമാഅത്തിൽ വളരെ ശ്രദ്ധയുണ്ട്. എന്നാൽ അള്ളാഹു ധാരാളം ഐശ്വര്യവും സമ്പാദ്യവും നൽകിയിട്ടുള്ള ചിലരിൽ ഇങ്ങനെയുള്ള ചിന്തകൾ ഉദിക്കാറുണ്ട്. ജമാഅത്തിലെ ഭൂരിഭാഗവും സാമ്പത്തിക ത്യാഗങ്ങളിൽ വളരെ സന്തോഷത്തോടെ പങ്കുചേരുന്നു എന്നത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹമാണ്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ചിലരിൽ വൈമനസ്യവും കാണാറുണ്ട്. അവർ അള്ളാഹുവിൻ്റെ ഈ കാര്യം ഓർത്തിരിക്കണം, അള്ളാഹുവിൻ്റെ ഈ വാക്കുകൾ ഓർത്തിരിക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടുതൽ സമ്പാദിക്കുന്നവർ തീർച്ചയായും പല തഹ്രീക്കുകളിലും പല സാമ്പത്തിക പദ്ധതികളിലും വലിയ തോതിൽ പങ്കുചേരുന്നുണ്ട്. എന്നാൽ അനുബന്ധമായി ഞാൻ ഇതും കൂടി ഇവിടെ സൂചിപ്പിക്കട്ടെ. സ്വന്തം വരുമാനത്തിൻ്റെ നിർബന്ധ ചന്ത, ഹിസ്സ, ആമത് ശരിയായ നിരക്കിൽ നൽകാത്തവരും കൃത്യനിഷ്ഠ പാലിക്കാത്തവരും സ്വയം പരിശോധന നടത്തേണ്ടതുണ്ട്. പിന്നീട് അള്ളാഹു ഖുറാനിൽ മറ്റൊരിടത്ത് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ആമിനു ബില്ലാഹി വറസൂലിഹി വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി ഫല്ലദീന ആമനു മിൻകും വഅൻഫഖൂ ലഹും അജ്റൻ കബീർ. നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുക. നിങ്ങളെ അവൻ ഏതൊന്നിൽ അവകാശികളാക്കിയിട്ടുണ്ടോ അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുക. അപ്പോൾ നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്നവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് അള്ളാഹു വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതുപോലെ അള്ളാഹു അരുളി ചെയ്യുന്നു, ഫമാലക്കും അല്ലാ തുൻഫിഖൂ ഫീ സബീലില്ലാഹി വലില്ലാഹി മീറാസു സമാവാതി വൽ അർദ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് കാരണമാണുള്ളത്? ആകാശങ്ങളുടെയും ഭൂമിയുടെയും മുഴുവൻ അവകാശവും അള്ളാഹുവിൻ്റെതാണല്ലോ. അതായത് ഈ ഭൗതിക ലോകത്ത് മനുഷ്യൻ തൻ്റെ കൈവശമുള്ളതെല്ലാം ഒടുവിൽ ഉപേക്ഷിച്ച് മരിക്കുന്നതാണ്. അത് അള്ളാഹുവിൻ്റെ അധീനതയിൽ തന്നെ വരുന്നതുമാണ്. മനുഷ്യൻ്റെ കൈവശം ഒന്നും അവശേഷിക്കില്ല, അല്ലെങ്കിൽ അവൻ്റെ അനന്തരാവകാശമായി അത് വിഭജിക്കപ്പെടും. ഇനി അനന്തരാവകാശികൾ ശരിയല്ലെങ്കിൽ അവരൊക്കെ അത് നശിപ്പിക്കും. അവൻ്റെ കൈവശം ഈ ലോകത്തോ പരലോകത്തോ ഒന്നും തന്നെ ബാക്കിയുണ്ടാവില്ല. അതിനാൽ നേരത്തെ തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുകയും അവന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്താൽ അള്ളാഹു അതിൽ അനുഗ്രഹം ചൊരിയുകയും തലമുറകളെ സംരക്ഷിക്കുകയും ചെയ്യും. അള്ളാഹു ഖുറാനിൽ മറ്റൊരിടത്ത് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഫത്തഖുല്ലാഹ മസ്തതഅതും വസ്മഉ വാതിഉ വഅൻഫിഖു ഖൈറൻ ലിഅൻഫുസികും വമൻ യൂഖ ശുഹ നഫ്സിഹി ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അതുകൊണ്ട് നിങ്ങൾ കഴിവതും അള്ളാഹുവിനെ സൂക്ഷിക്കുക, ശ്രദ്ധിച്ചു കേൾക്കുകയും അനുസരിക്കുകയും അവൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുകയും ചെയ്യുക. അത് നിങ്ങൾക്ക് തന്നെ ഗുണകരമായിരിക്കും. തങ്ങളുടെ മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടു നിന്നവരാരോ അവർ തന്നെയാണ് വിജയികൾ. അതിനാൽ ഈ പിശുക്കും ലുബ്ധും ശരിയല്ലെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ അനന്തരാവകാശികളാകണമെങ്കിൽ അവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടി വരും. ഇതുപോലെ ഖുറാനിൽ ധാരാളം ആയത്തുകളുണ്ട്. അവ നമ്മെ ധനത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പലതവണ പരാമർശിച്ചതുപോലെ ദീനിൻ്റെ ഇശാഅത്തിനും മതപ്രചാരണത്തിനും മതപരമായ പ്രവർത്തനങ്ങൾക്ക് അഭിവൃദ്ധി നൽകുന്നതിനും അത് വ്യാപിപ്പിക്കുന്നതിനും ഇസ്ലാമിക പ്രബോധനത്തിനും ധനം ആവശ്യമുണ്ട്.
ധനത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കേണ്ടതുണ്ട്. മതത്തിനു വേണ്ടി ധനം ചെലവഴിക്കുന്നവർക്ക് അതിൻ്റെ ഗുണം അവർക്ക് മാത്രമല്ല മറിച്ച് മുഴുവൻ ജനതയ്ക്കും കൗമിന് മുഴുവനായും ലഭിക്കുന്നു എന്ന് ഞാൻ ആയത്ത് ഓതി വിശദീകരിച്ചതും നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനാൽ ജനതയോടുള്ള സഹാനുഭൂതിയുടെയും മാനസികമായ സഹാനുഭൂതിയുടെയും താല്പര്യം നാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക എന്നതാണ്. അതിലൂടെ ജനങ്ങളെ സഹായിക്കാനും ഇസ്ലാം മതം പ്രചരിപ്പിക്കാനും സാധിക്കുന്നതാണ്. തിരു ഹദീസുകളിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പലയിടത്തും സാമ്പത്തിക ത്യാഗം ചെയ്യണമെന്ന് ഉപദേശിച്ചിട്ടുണ്ട്. ഹസ്രത്ത് ഹസൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. ഇതൊരു ഹദീസ് ഖുദ്സിയാണ്. അതായത് അള്ളാഹുവിൻ്റെ വാക്കുകൾ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ചാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് ഇപ്രകാരം ഉദ്ധരിച്ചു: അല്ലയോ ആദമിൻ്റെ മകനെ, നിന്റെ നിധി എൻ്റെ അടുക്കൽ നിക്ഷേപിച്ച് നീ സമാധാനമായിരിക്കുക. അതിന് തീ പിടിക്കുമെന്നോ അത് വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്നോ അത് കള്ളനാൽ മോഷ്ടിക്കപ്പെടുമെന്നോ നീ ഭയക്കേണ്ടതില്ല. എൻ്റെ അടുക്കൽ വച്ച നിധി നിനക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ദിവസം ഞാൻ പൂർണ്ണമായി നിനക്ക് തിരിച്ചു നൽകും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അള്ളാഹു ആ ധനം പൂർണ്ണമായി തിരിച്ചു നൽകുമെന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ഖുർആനിൽ അള്ളാഹു പറയുന്നു: വമാ തുൻഫിഖു മിൻ ഖൈറിൻ യുവഫ ഇലൈക്കും വഅൻതും ലാ തുദ്ലമൂൻ. ഏതൊരു നല്ല ധനം നിങ്ങൾ ചെലവഴിക്കുന്നുവോ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് തന്നെയാണ് ലഭിക്കുക. നിങ്ങളോട് അനീതി ചെയ്യപ്പെടുകയുമില്ല. മറ്റൊരിടത്ത് അത് പല മടങ്ങായി വർദ്ധിപ്പിച്ചു നൽകുമെന്നും അരുളി ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന അള്ളാഹുവിൻ്റെ രീതികളാണിവ. നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഹമ്മദികളിൽ ഭൂരിഭാഗവും ഇക്കാര്യത്തിൽ നല്ല ബോധവാന്മാരാണ്. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളം ചെലവഴിക്കുന്നു. ഹസ്രത്ത് മസീഹ് ഇസ്ലാമിൻ്റെ കാലത്തും ഇത്തരം ത്യാഗങ്ങളുടെ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അവ കണ്ടിട്ട് ഒരിക്കൽ അദ്ദേഹം ഇപ്രകാരം പ്രസ്താവിച്ചു: ദരിദ്രരായ ഈ ആളുകൾ മതത്തിനു വേണ്ടി ഇത്രയധികം ത്യാഗങ്ങൾ ചെയ്യുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നു. ഇന്നും സ്ഥിതി മറിച്ചല്ല. അഹമ്മദികളിൽ ഭൂരിഭാഗവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടതുണ്ടെന്ന കാര്യത്തിൽ വലിയ ബോധമുള്ളവരാണ്. പാവപ്പെട്ടവരിലും ഇടത്തരം വരുമാനക്കാരിലും വലിയ ത്യാഗങ്ങൾ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അള്ളാഹു ഈ ധനം നമുക്ക് തിരിച്ചു നൽകുമെന്നും അവൻ്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളായി നമ്മളെ മാറ്റുമെന്നും അവർക്ക് ദൃഢബോധ്യമുണ്ട്. അത് എങ്ങനെയെന്നത് അള്ളാഹുവിന് നന്നായി അറിയാം. ഈ ലോകത്തും പരലോകത്തും അത് നടക്കുന്നതാണ്. പരലോകത്ത് അള്ളാഹു അത് തിരിച്ചു നൽകുകയും നമ്മുടെ പുണ്യത്തിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്യും എന്നതാണ് പ്രധാനം. ഈ ത്യാഗങ്ങൾ അവരുടെ പദവികൾ ഉയരാനും കാരണമാകുന്നതാണ്. മറ്റൊരു ഹദീസിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ആരെങ്കിലും ശുദ്ധമായ വരുമാനത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴമെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകിയാൽ ഹലാലായ വരുമാനത്തിൽ നിന്നും അള്ളാഹു ശുദ്ധമായവ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഓർക്കുക. അള്ളാഹു ആ ഈത്തപ്പഴത്തെ തൻ്റെ വലത് കൈകൊണ്ട് സ്വീകരിക്കും. അതൊരു മലയോളം വലുതാകുന്നത് വരെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളിൽ ഒരാൾ തൻ്റെ ചെറിയ കന്നുകുട്ടിയെ വളർത്തി വലുതാക്കുന്നത് പോലെ നിങ്ങളുടെ ധനവും അള്ളാഹു വർദ്ധിപ്പിക്കും എന്ന് ഉദാഹരണം നൽകി. പക്ഷെ ധനം ശുദ്ധമായിരിക്കണം എന്ന നിബന്ധനയുണ്ട്. തെറ്റായ വഴിയിലൂടെ സമ്പാദിച്ചതോ തെറ്റായ രീതിയിൽ ലാഭമുണ്ടാക്കിക്കൊണ്ടോ ചന്ത നൽകുന്നത് ആകരുത്. മറിച്ച് ധനം ശുദ്ധമാകുമ്പോൾ മാത്രമേ അത് അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകാര്യയോഗ്യമാകുകയുള്ളൂ. മറ്റൊരു ഹദീസിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു: ഖിയാമത്ത് നാളിൽ അന്ത്യദിനത്തിൽ വിചാരണ അവസാനിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് അവർ തൻ്റെ ധനത്തിൻ്റെ തണലിലായിരിക്കും ഉണ്ടാവുക. അതിനാൽ ഖിയാമത്ത് നാളിലും സാമ്പത്തിക ത്യാഗങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആകർഷിക്കുന്നവയായിരിക്കും. അവ സദുദ്ദേശത്തോടെയും ശുദ്ധമായ ധനത്തിൽ നിന്നുമാണ് നിർവഹിച്ചതെങ്കിൽ അങ്ങനെ ഒരു നിബന്ധനയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജമാഅത്ത് അംഗങ്ങൾ ഇക്കാര്യം മനസ്സിലാക്കുന്നു.
തക്കവയുള്ളവരുടെ സാമ്പത്തിക ത്യാഗങ്ങൾ സ്വീകരിക്കപ്പെടുമെന്നും അള്ളാഹു അവർക്ക് അനേകം അനുഗ്രഹങ്ങൾ നൽകുമെന്നും അള്ളാഹു അരുളി ചെയ്തിട്ടുണ്ട്. ജമാഅത്തിലെ മിക്കവരും ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് ഇപ്രകാരം പറയുന്നു: വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഉ അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ. അവൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തൂടെ അള്ളാഹു അവന് ഉപജീവനം നൽകുകയും ചെയ്യും. തൻ്റെ കാരുണ്യങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരെ അവന് അള്ളാഹു മതിയായവനാകുന്നു. തൻ്റെ കാര്യങ്ങളിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവനാരോ അവന് അള്ളാഹു മതിയായവനാകുന്നു. അള്ളാഹു തൻ്റെ ഉദ്ദിഷ്ട കാര്യം പ്രാപിക്കുന്നവൻ തന്നെയാണ്. ഓരോ വസ്തുവിനെയും അള്ളാഹു ഓരോ അളവ് നിർണയിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കൃത്യമായ നിർണിത അളവനുസരിച്ച് അവൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഹജറത്ത് മസീഹ് ഇസ്ലാം പറയുന്നു: നാം തഖ്വയിലും പരിശുദ്ധിയിലും എത്രത്തോളം പുരോഗതി കൈവരിച്ചിരിക്കുന്നു എന്നതിൻ്റെ മാനദണ്ഡം ഖുർആനാണെന്ന് എപ്പോഴും ഓർത്തിരിക്കേണ്ടതുണ്ട്. അള്ളാഹു മുത്തഖിയുടെ അടയാളങ്ങളിൽ ഒന്നായി വിവരിച്ചിരിക്കുന്നത് അള്ളാഹു മുത്തഖിയെ, ഭയഭക്തിയുള്ളവനെ, ഭൗതികമായ പ്രയാസങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും അവൻ്റെ കാര്യങ്ങൾ സ്വയം ഏറ്റെടുക്കുകയും ചെയ്യുമെന്നതാണ്. ഏതുപോലെ പറഞ്ഞിരിക്കുന്നു: വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അതായത് അള്ളാഹുവിനെ ഭയപ്പെടുന്നവന് ഓരോ വിപത്തിലും അള്ളാഹു മോചനത്തിന്റെ വഴി തുറന്നു കൊടുക്കുന്നു. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് മാത്രമേ അവന് വേണ്ടി ത്യാഗം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവർ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ എങ്ങനെ പൂർത്തിയാകുമെന്ന ആശങ്ക അവർക്കുണ്ടാകില്ല. അള്ളാഹു അവർക്കായി വഴികൾ തുറന്നു കൊടുക്കുന്നു. അള്ളാഹു അവർക്ക് മോചനത്തിന്റെ വഴി നൽകുമെന്നും അതിനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുമെന്നും തുറന്നു കൊടുക്കുമെന്നും അവന്റെ അറിവിലോ പ്രതീക്ഷയിലോ ഇല്ലാത്ത രീതിയിൽ അപ്രതീക്ഷിതമായ നിലയിൽ ഉപജീവന മാർഗങ്ങൾ നൽകുമെന്നും ആ മഹാത്മാവ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. മറ്റൊരിടത്ത് അദ്ദേഹം പ്രസ്താവിച്ചു: അള്ളാഹു തനിക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരെയും തഖ്വ പാലിക്കുന്നവരെയും വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കുന്നു. അള്ളാഹു ആരുടെയെങ്കിലും സംരക്ഷണം ഏറ്റെടുത്താൽ അവർ ലോകത്തിലെ ദുഃഖങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയും സമാധാനപൂർണമായ ജീവിതത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അവർക്കായി അള്ളാഹുവിന്റെ വാഗ്ദാനമുണ്ട്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. തഖ്വ പാലിക്കുന്നവനെ അള്ളാഹു തന്റെ അനുഗ്രഹത്താൽ എല്ലാ വിപത്തുകളിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതാണ്. അവന്റെ ഉപജീവനത്തിന് ഉത്തരവാദിത്വം ഏൽക്കുകയും നിനച്ചിരിക്കാത്ത രീതിയിൽ അവന് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാണ്. അതുപോലെ ഒരിടത്ത് ആ മഹാത്മാവ് ഇപ്രകാരം പറഞ്ഞു: തവക്കുൽ, ഭരമേൽപ്പിക്കൽ ചെയ്യുന്നവരും അള്ളാഹുവിലേക്ക് തിരിയുന്നവരും ഒരിക്കലും നശിക്കപ്പെടുകയില്ല. യഥാർത്ഥ ഉപജീവനം, റിസ്ക് നൽകുന്നവൻ അള്ളാഹു ആണ്. അവനിൽ ഭരമേൽപ്പിക്കുന്നവന് ഒരിക്കലും ഉപജീവനം, റിസ്ക് നഷ്ടപ്പെടുന്നതല്ല. അള്ളാഹു ആകാശത്തു നിന്നും വർഷിക്കുമെന്നും തന്നിൽ തവക്കുൽ ചെയ്യുന്നവർക്ക് എല്ലാ ഭാഗത്തും നൽകുമെന്നും പറയുന്നതാണ്. അള്ളാഹു പറയുന്നു: എന്നിൽ തവക്കുൽ ചെയ്യുന്നതിന് ഭരമേൽപ്പിക്കുന്നതിന് ആകാശത്തു നിന്ന് വർഷിക്കുമെന്നും കാൽക്കൽ നിന്ന് പുറപ്പെടുവിപ്പിക്കുമെന്നും അരുളി ചെയ്തിട്ടുണ്ട്. അതിനാൽ എല്ലാവരും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. ഇത്തരത്തിൽ ഹസരത്ത് മസീഹ് ഇസ്ലാം പലയിടങ്ങളിലും നിർദ്ദേശങ്ങൾ നൽകുകയും ഈ ആയത്തിന് വ്യാഖ്യാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ജമാഅത്തിലെ അംഗങ്ങൾ ഇത് മനസ്സിലാക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹമാണ്. അവർ ജമാഅത്തിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യുന്നവരും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമാണ്. ലോകത്ത് അനേകം ഉദാഹരണങ്ങൾ ഓരോ വർഷവും നമ്മുടെ മുന്നിൽ വരുന്നു, നമുക്ക് കാണാനാകുന്നു. ഇപ്പോൾ ഞാൻ വഖഫ് ജദീദിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് വഖഫ് ജദീദിൽ ചന്ത നൽകിയവരും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രഭൂതരുമായവരുടെ ചില ഉദാഹരണങ്ങൾ ഞാനിപ്പോൾ ഇവിടെ സമർപ്പിക്കുന്നതാണ്. അതുപോലെ അള്ളാഹുവിൽ അവർക്ക് എത്രത്തോളം യക്കീനും ഈമാനും വിശ്വാസവും സുദൃഢ ബോധ്യവും ഉണ്ടെന്നാൽ അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് എല്ലാം ത്യാഗം ചെയ്തു. ഞാൻ പറഞ്ഞതുപോലെ താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ മധ്യനിലയിലുള്ള ആളുകൾക്കാണ് ത്യാഗത്തിന്റെ കൂടുതൽ മനോഭാവവും
മനസ്ഥിതിയുമുള്ളത്. പൊതുവെ അങ്ങനെയാണ് ഉള്ളത്. ഇന്തോനേഷ്യയിലെ പങ്കീർ ജമാത്തിലെ ഒരു താഹിറ സായിബ എന്ന സ്ത്രീയുണ്ട്. അവർ പറയുന്നു, ഞാനൊരു പാർട്ട് ടൈം ടീച്ചറായിരുന്നു. ശമ്പളം നന്നേ കുറവായിരുന്നു. വഖഫ് ജദീദ് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം എനിക്ക് നാഷണൽ സെക്രട്ടറി സാഹിബിൻ്റെ സന്ദേശം ലഭിച്ചു. എൻ്റെ 1,30,000 രൂപയുടെ വാഗ്ദാനം ഇനിയും ബാക്കിയാണ്, കുടിശ്ശികയാണ്. എന്നാൽ എൻ്റെ പക്കൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ വെച്ചിരുന്ന ആ തുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അതേ തുകക്ക് തുല്യമായിരുന്നു, ചന്തക്ക് തുല്യമായിരുന്നു. എൻ്റെ ഉള്ളിൽ ചെറിയൊരു സംഘർഷമുണ്ടായെങ്കിലും, ഞാൻ കൺഫ്യൂഷനിലായെങ്കിലും, പിന്നീട് ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ആ തുക മുഴുവൻ വഖഫ് ജദീദ് നൽകുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ കൃപയാൽ എനിക്ക് സ്കൂളിൽ നിന്ന് അപ്രതീക്ഷിതമായി ഒരു ബോണസ് ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി പട്ടികയിൽ എൻ്റെ പേര് ഉൾപ്പെട്ടതായും അറിയിപ്പ് ലഭിച്ചു. എനിക്ക് വളരെ അത്യാവശ്യം നേരിട്ട സമയത്ത് ആവശ്യമുള്ള കാര്യമായിരുന്നു ലഭിച്ചത്. ഞാൻ അള്ളാഹുവിന് നന്ദി പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഈ എൻ്റെ കാര്യങ്ങൾ നടന്നു. അതുപോലെ തന്നെ എൻ്റെ ടീച്ചർ രജിസ്ട്രേഷൻ നമ്പറും ലഭിക്കേണ്ടേ. വർഷങ്ങളായി ഞാൻ അതിനായി കാത്തിരിക്കുകയായിരുന്നു. ഈ ചന്ത നൽകിയതിൻ്റെ ഫലമായാണ് അള്ളാഹു ഈ അനുഗ്രഹം നൽകിയതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറയുകയുണ്ടായി. തുടർന്ന് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ കെനിയ, അവിടെയുള്ള സംഭവമാണ്. ഇന്തോനേഷ്യയും കെനിയയും തമ്മിൽ ആയിരക്കണക്കിന് മൈൽ ദൂരമുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലായിടത്തും ഒരുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം ഇന്തോനേഷ്യയുടെ പറഞ്ഞത്, ഇപ്പോൾ അതേപോലെ സംഭവം ആണ് കെനിയയിലുള്ളത്. കെനിയയിലെ അമീർ സാഹിബ് ഒരു സംഭവം ഇപ്രകാരം എഴുതി അറിയിച്ചു. ഒരു മൊലിം സാഹിബ് അവിടെയുള്ള ഒരു സ്ത്രീയുടെ അനുഭവം ഇപ്രകാരം വിവരിച്ചു. അവർ കൃത്യമായി ചന്ത നൽകുന്ന സ്ത്രീയായിരുന്നു. കാര്യമായ വരുമാനമൊന്നുമില്ലെങ്കിലും ഇക്കാര്യത്തിൽ അവർ കൃത്യനിഷ്ഠ പാലിച്ചിരുന്നു, ഉറച്ചു നിന്നിരുന്നു. ഹജരത് മസീഹ് ഇസ്ലാം പ്രസ്താവിച്ചതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം നൽകുക എന്നത് ഹൃദയം പറിച്ചു നൽകുന്നത് പോലെയാണ്. അതായത് അങ്ങനെയുള്ള ആവശ്യം നേരിടുന്ന സമയത്താണ് അള്ളാഹുവിന് വേണ്ടി ധനം ചെലവഴിക്കുക, ചന്ത കൊടുക്കുക എന്നത് യഥാർത്ഥ കാര്യം. എന്തായാലും അവർ എഴുതുന്നു, അവരുടെ വഖഫ് ജദീദ് വാഗ്ദാനം 400 ഷില്ലിംഗ് ആയിരുന്നു. അത് അവർ സമർപ്പിക്കുകയുണ്ടായി. എൻ്റെ പക്കൽ ആകെ ഉണ്ടായിരുന്ന തുക ഇതാണെന്നും ഇപ്പോൾ എൻ്റെ കൈവശം ഒന്നുമില്ലെന്നും അവർ പറഞ്ഞു. എന്നാൽ അള്ളാഹു എങ്ങനെയാണ് അവരോട് പെരുമാറിയെന്ന് നോക്കുക. അള്ളാഹു അരുളി ചെയ്യുന്നു, നിങ്ങളെ വെറും കൈയോടെ ആക്കുകയില്ല. അവർ തൻ്റെ കൈവശം ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നു, ഞാൻ നിങ്ങളെ വെറും കൈയോടെ ആക്കുകയില്ല, വെറുതെ വിടുകയില്ല. നിങ്ങൾ വിചാരിക്കാത്തിടത്ത് നിന്നും അപ്രതീക്ഷിതമായ നിലയിൽ ഞാൻ ഉപജീവനം നൽകുന്നതാണ് എന്ന് അള്ളാഹു പറയുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മകളിൽ നിന്ന് 14,000 ഷില്ലിംഗ് അവർക്ക് ലഭിച്ചു. മകൾ എഴുതി, ഈ സംഖ്യയിൽ നിന്ന് ചന്ത അടച്ചു ബാക്കിയുള്ളത് കൊണ്ട് ചെലവ് പൂർത്തിയാക്കുക. പിന്നീട് മരുമകൻ്റെ ഫോൺ വന്നു. വിവാഹശേഷം മകളുടെ ഹക്ക് മെഹർ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന സമ്പ്രദായമാണ് അവിടെയുള്ളത്. മരുമകൻ ഹക്ക് മെഹറായി 2 പശുക്കളെ അയച്ചു കൊടുത്തു. അവയ്ക്ക് 90,000 ഷില്ലിംഗ് വിലയുണ്ടായിരുന്നു. അത്രമാത്രമല്ല, അവർ പറയുന്നു, ഞാൻ 400 ഷില്ലിംഗ് ആണ് നൽകിയത്. എന്നാൽ അള്ളാഹു അപ്രതീക്ഷിതമായി അനേകം അനുഗ്രഹങ്ങൾ നൽകി. അപ്രതീക്ഷിതമായ നിലയിൽ പ്രതീക്ഷിക്കാത്തയിടത്തു നിന്നും അള്ളാഹു കുടുംബക്കാരിൽ നിന്നും മറ്റു കുട്ടികളുടെ ഭാഗത്തു നിന്നും എല്ലാം ഉപഹാരങ്ങളും നിത്യവൃത്തിക്കായുള്ള പണവും അങ്ങനെ ലഭിച്ചു തുടങ്ങി. അതിൽ അവർ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചു, ശുക്ർ ചെയ്തു. അത് മുഖേന അവർക്ക് ചന്ത നൽകിയതിലൂടെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടായി. ഇത് ചന്ത നൽകുന്നതിലൂടെ അള്ളാഹുവിന് അനുഗ്രഹങ്ങൾ ഒരു ഭാഗത്ത് വർഷിക്കുകയും അതുപോലെ ജനങ്ങളുടെ വിശ്വാസം രൂഢമൂലമാകാൻ അത് കാരണമാകുകയും ചെയ്യുന്നു. ആഫ്രിക്കൻ രാജ്യമായ ഗിനി കൊനാക്രിയയിലെ ഒരു മൊബൈൽ ലീഗ് ഇപ്രകാരം എഴുതുന്നു, കോണ്ടിയ റീജിയനിലെ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു അഹമ്മദി സഹോദരിയുണ്ട്. ഈ വർഷത്തെ തൻ്റെ വഖഫ് ജദീദ് വാഗ്ദാനമായി 1,50,000 ഗിനി ഫ്രാങ്ക് ആയിരുന്നു അവർ എഴുതിപ്പിച്ചിരുന്നത്. സംഖ്യ കേൾക്കുമ്പോൾ ലക്ഷങ്ങൾ എന്ന് തോന്നുമെങ്കിലും അവിടെ പണത്തിന് മൂല്യം കുറവായതിനാൽ ഇതൊരു നിസ്സാര സംഖ്യയാണ്. വർഷാവസാനം ലോക്കൽ മിഷണറി ചന്ത പിരിക്കാൻ ചെന്നപ്പോൾ അവർ ചന്തയിൽ പച്ചക്കറി വിൽക്കാൻ പോയിരിക്കുകയായിരുന്നു. സമയം കുറവായതിനാൽ അദ്ദേഹം ചന്തയിൽ പോയി അവരെ കണ്ട് ബാക്കിയുള്ള തുകയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയുണ്ടായി. ആ സമയത്ത് പറഞ്ഞ്, നിങ്ങളുടെ ചന്ത ഇത്ര ബാക്കിയുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചു. ആ സ്ത്രീ വളരെ സങ്കടത്തോടെ പറഞ്ഞു, ഈ സമയത്ത് എൻ്റെ പക്കൽ അടക്കാൻ വേണ്ടി ഒന്നുമില്ല, കുറച്ച് കഴിഞ്ഞ് വരിക, ഇപ്പോൾ പോയിക്കൊള്ളുക, ഇൻഷാ അല്ലാഹ്
ഞാനത് നൽകുന്നതായിരിക്കും എന്ന് അവർ പറഞ്ഞു. നോക്കൂ, ഈമാൻ കൈക്കൊണ്ട് ശേഷമുള്ള ഒരു സ്ത്രീയുടെ അവസ്ഥ നോക്കുക. ഇസ്ലാമും മുഹമ്മദിയത്തും സ്വീകരിച്ച ആ സഹോദരിയുടെ വിശ്വാസത്തിലുള്ള പുരോഗതി നോക്കുക. അവർ നിങ്ങൾ പോയിക്കൊള്ളുക, എനിക്കിപ്പോൾ തരാനാകില്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടില്ല, ഒഴിവാക്കിയില്ല. മറിച്ച് ഇപ്പോൾ എൻ്റെ പക്കൽ ഒന്നുമില്ലെന്നും ഞാൻ പെട്ടെന്ന് എങ്ങനെയെങ്കിലും സൗകര്യപ്പെടുത്തി താങ്കൾക്ക് എത്തിക്കാമെന്നും ഉറപ്പ് നൽകിയാണുള്ളത്. എന്തായാലും മൊബൈലിക് സാബ് അവിടെ നിന്നും പോയി അടുത്ത ഗ്രാമത്തിലേക്ക് പോയി തിരിച്ച് അതേ ഗ്രാമത്തിലേക്ക് ആ സ്ത്രീയുടെ അടുത്ത് വന്നപ്പോൾ അവർ 1,00,000 ഫ്രാങ്ക് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അന്നത്തെ മുഴുവൻ വരുമാനവും ഇതാണെന്നും ഇത് ഞാൻ ദൈവമാർഗത്തിൽ സമർപ്പിക്കുന്നുവെന്നും പറയുന്നു. കുറേ ദിവസമായി വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടായിട്ടില്ല. കുട്ടികൾക്ക് അതുമിതുമാണ് കഴിപ്പിക്കുന്നത്. നല്ല ഭക്ഷണം നൽകാമെന്ന് കരുതിയിരുന്നു. അതുപോലെ തന്നെ എന്താണ് സമ്പാദ്യം അനുസരിച്ച് ഇന്നത്തെ വരുമാനത്തിൽ നല്ല ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ പറയുന്നു, അവർ വിശ്വസിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രിയധനം ചെലവഴിച്ചാൽ അത് നഷ്ടപ്പെടുകയില്ല. അവർ പറഞ്ഞു, എൻ്റെ ധനത്യാഗം പാഴാകില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പറയുന്നു, ലോക്കൽ മിഷണറി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ സഹോദരിക്ക് മകൻ്റെ ഫോൺ കോൾ വന്നു. എൻ്റെ പക്കൽ നിങ്ങൾക്ക് തരാൻ ഒരു സംഖ്യയുണ്ട്, ഇന്നടുത്ത് വന്ന് അത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. മകനെ ചെന്ന് കണ്ടു. അപ്പോൾ മകൻ അവർക്ക് 5,00,000 ഫ്രാങ്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് വീട്ടു ചെലവിനുള്ളതാണ്. അവർ വളരെ സന്തോഷത്തോടെ മടങ്ങി വന്നു. ഈ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും രണ്ടാമതും ഒരു ഫോൺ ബെല്ലടിച്ചു. കോൾ വന്നു. വേറൊരു പട്ടണത്തിൽ താമസിക്കുന്ന അവരുടെ മറ്റൊരു മകനാണ് വിളിച്ചിരുന്നത്. ഞാൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട്, ഒരിടത്തേക്ക് പോവുകയാണ്, യാത്രാമധ്യയാണ്, എനിക്ക് അങ്ങോട്ടേക്ക് വരാനാകില്ല, എൻ്റെ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് തരാനൊരു സമ്മാനമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം 3,00,000 ഫ്രാങ്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് വീട്ടു ചെലവിനുള്ളതാണ്. അവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ജമാഅത്തിന് വേണ്ടി ത്യാഗം ചെയ്തപ്പോൾ അള്ളാഹു എപ്രകാരമാണ് എനിക്ക് അനുഗ്രഹം ചെയ്തതെന്ന് കണ്ടപ്പോൾ എൻ്റെ ഈമാൻ വർദ്ധിച്ചെന്നും ജമാഅത്ത് സത്യസന്ധമാണെന്നും ദൈവമാർഗത്തിൽ നമ്മൾ ത്യാഗം ചെയ്യുമ്പോൾ ദൈവദൃഷ്ടിയിൽ അത് സ്വീകരിക്കപ്പെടുമെന്നും എനിക്ക് മനസ്സിലായെന്നും അവർ സാക്ഷ്യപ്പെടുത്തി. അങ്ങനെ അവരുടെ ഈമാൻ അള്ളാഹു സുദൃഢമാക്കി. അവർ പറഞ്ഞു, ഞാൻ 1,00,000 നൽകിയത്, എന്നാൽ എനിക്ക് അള്ളാഹു അത് പല മടങ്ങായി വർദ്ധിപ്പിച്ചു തന്നിരിക്കുന്നു. മറ്റൊരു സംഭവം കസാഖിസ്ഥാനിലെ അക്തോ നഗരത്തിൽ നിന്നുള്ള അലി ബേഗ് സാഹിബിൻ്റെതാണ്. കൃത്യമായി ചന്ത നൽകുന്ന വ്യക്തിക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ട കാരണത്താൽ കുറച്ചു കാലമായി അതിന് സാധിച്ചിരുന്നില്ല. ഇതുവരെ എന്നാൽ നിർബന്ധ ചന്തയും സാമ്പത്തിക വർഷം അവസാനിച്ചിട്ടും വഖഫ് ചെയ്ത് ചന്തയും അടക്കാനായിരുന്നില്ല. വളരെ പ്രയാസത്തിലായിരുന്നു. ഒരിക്കൽ ജുമ നമസ്കാരാനന്തരം പറഞ്ഞു, കടബാധ്യത കൂടിയിട്ട് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് വരെ ബ്ലോക്കായ അവസ്ഥയാണ്. അക്കാരണത്തിൽ ചന്ത പോലും നൽകാനാകുന്നില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിനായി ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. ഇതിനിടയിൽ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ബോസ് ഞങ്ങൾക്ക് ഒരു നല്ല സംഖ്യ ബോണസായി നൽകിയിട്ടുണ്ട്. അതിനായി കഴിഞ്ഞ 1 വർഷമായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അത് കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. എന്നാലും പണം ലഭിക്കുകയും ദൈവാനുഗ്രഹത്താൽ കടങ്ങൾ വീട്ടാനും ചന്ത കുടിശ്ശിക തീർക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. തൻ്റെ ചന്ത നൽകാനുള്ള ആഗ്രഹം കാരണമാണ് അള്ളാഹു ഈ അനുഗ്രഹം നൽകിയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം ഏറ്റുപറയുകയുണ്ട്. അള്ളാഹു ഒരിക്കലും കടം വയ്ക്കില്ലെന്നും അപ്രതീക്ഷിതമായ നിലയിൽ നൽകുമെന്നും തെളിയിക്കുന്ന മറ്റൊരു സംഭവം ഇപ്രകാരം വിവരിക്കപ്പെടുന്നു. ഓസ്ട്രേലിയയിലെ അമീർ സാഹിബ് റിപ്പോർട്ട് ചെയ്യുന്നു, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സംഭവങ്ങളാണ് ഇവ, എന്നാൽ വളരെ സാമ്യതയുള്ളവയാണ് ഈ സംഭവങ്ങളൊക്കെ. ഗോൾഡ് കോസ്റ്റിലെ ഒരു സുഹൃത്ത് തൻ്റെ വഖഫ് ചെയ്ത് ചന്തയായി $1,000 നൽകിയിരുന്നു. അമീർ സാഹിബ് ഈ പദ്ധതിക്ക് കൂടുതൽ ധനത്യാഗം ചെയ്യണമെന്ന് അദ്ദേഹത്തെ ഉണർത്തി. പൊതുവെ ധനത്യാഗം ചെയ്യുന്നവർ വലിയ ധനാഢ്യരൊന്നും ആയിരിക്കില്ല. ചില മധ്യനിലയിലുള്ളവരും ഇവർ ചെയ്യുന്നത്ര നൽകാറില്ല. ഈ സാധാരണക്കാർ നൽകുന്നത്ര നൽകാൻ സാധിക്കുന്നതല്ല. എന്നാൽ ചിലർ നൽകുന്നതുമുണ്ട്, ചിലർ നൽകുന്നു, ചിലർ നൽകുന്നില്ല. ദരിദ്രരുടെ ത്യാഗത്തിന്റെ നിലവാരത്തിലേക്ക് എത്താൻ മറ്റു ധനികർക്കാകില്ലെങ്കിലും നല്ല ത്യാഗങ്ങൾ ധനികരും ചെയ്യുന്നുണ്ട് എന്ന് പറയേണ്ടതിരിക്കുന്നു. താരതമ്യേന നല്ല സാമ്പത്തിക ശേഷിയുള്ളവരുടെ ജമാഅത്തിനായുള്ള ത്യാഗങ്ങളുടെ ഉദാഹരണങ്ങളും ഞാനിവിടെ സമർപ്പിക്കുന്നതാണ്. ഈ സഹോദരനെ കുറിച്ചാണ് പറയുന്നത്. ആ സഹോദരൻ $1,000 ആയിരുന്നു വഖഫ് ചെയ്തതിനായി
ചന്ത വാഗ്ദാനം ചെയ്തിരുന്നത്. അത് അദ്ദേഹം പൂർത്തിയാക്കുകയും ചെയ്തു, അടച്ചു തീർക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തെ വീണ്ടും ഉണർത്തിയപ്പോൾ കൂടുതൽ ത്യാഗം ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം $6000 കൂടി നൽകി. അങ്ങനെ 6 മടങ്ങ് അധികം നൽകി. അങ്ങനെ ആകെ $7000 പൂർത്തിയാക്കി നൽകി. അടുത്ത ദിവസം തന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു കോൾ വന്നെന്നും അവർ പോലും അറിയാത്ത ഒരു ക്ലെയിം പ്രോസസ്സിലുണ്ടായിരുന്നെന്നും, ഇൻഷുറൻസ് ലിങ്കിൽ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നെന്നും അതേക്കുറിച്ച് ഞങ്ങൾക്ക് ഒട്ടും അറിവില്ലായിരുന്നെന്നും അതുവഴി $12000 റീഫണ്ടായി ലഭിച്ചു എന്നും അദ്ദേഹം ഫോൺ ചെയ്ത് ഇവരെ അറിയിക്കുകയുണ്ടായി. ആ സുഹൃത്ത് പറയുന്നു, ഞാൻ $6000 ത്യാഗം നൽകിയത്. എന്നാൽ അള്ളാഹു 2 ദിവസം കൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയുമില്ലാത്ത ഭാഗത്തു നിന്നും അത് ഇരട്ടിയായി തിരിച്ചു നൽകി. അടുത്തത് ഗിനി ബസാവിലെ സംഭവമാണ്. അവിടെയുള്ള ഒരു മുബല്ലിഗ് അപ്രതീക്ഷിതമായി ദൈവസഹായത്തിന്റെ ദൃശ്യം കണ്ടതിനെക്കുറിച്ച് ഇപ്രകാരം റിപ്പോർട്ട് ചെയ്യുന്നു. അബു സാനിയ സാഹിബ് എന്ന ഒരു ആത്മാർത്ഥനായ അഹമ്മദി സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം വിദേശത്തായിരുന്നു. ഒരുപാട് സമയം കഴിഞ്ഞെങ്കിലും ഉചിതമായ ജോലിയൊന്നും കിട്ടാതെ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു അദ്ദേഹം. ഒരാൾ പ്രവാസിയായിരിക്കുന്നു, അയാൾക്ക് ജോലിയുമില്ല, കൂലിയുമില്ല. അങ്ങനെ നടക്കുമ്പോഴുള്ള മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കയ്യിൽ എന്തെങ്കിലും കാശുണ്ടായാൽ അത് ഏറ്റവും പ്രിയപ്പെട്ട ധനമായിരിക്കും. അത് സ്വന്തം കാര്യത്തിനായിരിക്കും ഒരാൾ ചെലവഴിക്കുക. എന്നാൽ ആ ആത്മാർത്ഥ അഹമ്മദിയുടെ അവസ്ഥ നോക്കുക. പറയുന്നു, ആ സമയത്ത് ജമാഅത്തിന്റെ ഭാഗത്തു നിന്നും ചന്തയ്ക്കുള്ള ആഹ്വാനം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പക്കൽ ആകെ ഉണ്ടായിരുന്ന ചെറിയ തുക അദ്ദേഹം നൽകി. അദ്ദേഹത്തിന്റെ പക്കൽ ഉള്ളത് അദ്ദേഹം നൽകി. കാര്യമായിട്ട് വലിയ സംഖ്യ ഒന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉള്ളത് വളരെ ആവശ്യമുള്ള, വളരെ പ്രിയപ്പെട്ട പണമായിരുന്നു. എന്നാൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം വ്യയം ചെയ്തു. എന്നാൽ അള്ളാഹു പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ത്യാഗത്തെ സ്വീകരിച്ചു. ചന്ത അടിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഒരു കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നു. പറഞ്ഞു, ഇൻ്റർവ്യൂ ഒന്നും കൂടാതെ താങ്കൾക്ക് ജോലി നൽകിയിരിക്കുന്നു. അതായത് അദ്ദേഹം ജോലിക്ക് വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്ത സ്ഥലമായിരുന്നു. അവർ പറഞ്ഞു, ഇൻ്റർവ്യൂവിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ വന്ന് ജോലിയിൽ ചേരുക. അദ്ദേഹം പറഞ്ഞു, ഇത് ദൈവമാർഗത്തിൽ ചെയ്ത ത്യാഗത്തിൻ്റെ അനുഗ്രഹ ഫലമാണ്. അള്ളാഹു വളരെയധികം വർദ്ധിപ്പിച്ചു നൽകുമെന്ന അവൻ്റെ സഹായ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണിത്. അദ്ദേഹത്തിന് യാതൊരു പ്രതീക്ഷയുമില്ലാത്തിടത്തു നിന്നും അള്ളാഹു അനുഗ്രഹിച്ചരുളി. റഷ്യയിലെ ഒരു മുബല്ലിഗ് ഇൻജാദ് സാഹിബ് എഴുതുന്നു, ഇക്രാം ജാൻ സാഹിബ് എന്ന മുഖ്ലിസായ ഒരു അഹമ്മദിയെക്കുറിച്ച് പറയുന്നു, കഴിഞ്ഞ മാസം ചന്ത അയച്ചുകൊണ്ട് വളരെ വികാരഭരിതനായി അദ്ദേഹം ഇപ്രകാരം വിവരിച്ചു. കഴിഞ്ഞ 2 മാസമായി ചന്ത നൽകാൻ കഴിയാത്തതിൽ ഞാൻ വളരെയധികം വിഷമത്തിലായിരുന്നു. ദൈവമാർഗത്തിൽ തനിക്ക് ത്യാഗം ചെയ്യാൻ കഴിയുന്നില്ലെന്ന ചിന്ത വളരെ വിഷമത്തിലാക്കിയിരുന്നു. നോക്കുക, ഇവർ നവാഹമ്മദികളാണ്, വിദൂര പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ്. എന്നാൽ ധനത്യാഗം ചെയ്യാൻ എത്രമാത്രം അവർ ഉത്കണ്ഠരാണെന്ന് നോക്കുക. കാരണം അപ്രകാരമാണ് തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുകയെന്ന് അവർക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പറയുന്നു, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജനങ്ങൾ തങ്ങളുടെ ബിസിനസ്സിനായാണ് ദുആ ചെയ്യാറുള്ളത്. എന്നാൽ ഇദ്ദേഹത്തിന് ധനത്തെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നത് തന്നെ ചന്ത നൽകാൻ വേണ്ടിയായിരുന്നു. പറയുന്നു, താൻ ഈ സൗഭാഗ്യത്തിൽ നിന്നും പിറകിലാകാതിരിക്കാൻ, അകന്നു പോകാതിരിക്കാൻ, ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് ചന്ത നൽകാനായി ശമ്പളം പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ദുആ ചെയ്തുകൊണ്ടേ പോയി. നോക്കുക, അവിടെയുള്ള അവസ്ഥയും അങ്ങനെയാണ്. ചിലപ്പോൾ ശമ്പളമൊക്കെ മുടങ്ങിപ്പോകാറുണ്ട്. പറയുന്നു, ഓഫീസിലെത്തിയതും അപ്രതീക്ഷിതമായി അന്ന് തന്നെ അദ്ദേഹത്തിന് ശമ്പളം ലഭിച്ചു. അദ്ദേഹം ഉടനടി അത് മുഖേന ചന്ത നൽകുകയും അള്ളാഹു അദ്ദേഹത്തെ ഈ ത്യാഗത്തിൽ നിന്നും മാറ്റി നിർത്താത്തതിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ വഖഫ് ജദീദ് ഇൻസ്പെക്ടർ എഴുതുന്നു, ഒരു ജമാഅത്തിലെ സുഹൃത്തിൻ്റെ അടുത്ത് അദ്ദേഹം പോയി. ആ വ്യക്തിയുടെ വഖഫ് ജദീദ് ചന്ത 16,000 രൂപ കുടിശ്ശികയുണ്ടായിരുന്നു. അദ്ദേഹം അത്യാവശ്യമായി ഒരു ലോണിൻ്റെ ഗഡു അടുക്കാനായി അത്ര തന്നെ സംഖ്യ മാറ്റിവെച്ചിരുന്നു. അതിനുവേണ്ടി മാറ്റിവെച്ചതായിരുന്നു അദ്ദേഹം. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ലോണിൻ്റെ EMI അടക്കാൻ വേണ്ടി ഈ തുക ഗഡുവായിട്ട് ഞാൻ മാറ്റിവെച്ചതാണ്. അത് ഇനി പിന്നെ നൽകാം, പിന്നെ നോക്കാം. എനിക്ക് കുടിശ്ശിക ഉള്ളത് കൊണ്ടും നിങ്ങൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നതുകൊണ്ടും ഞാൻ ആദ്യം നിങ്ങളുടെ ചന്ത അടിച്ചു തീർക്കാം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അള്ളാഹു നോക്കിക്കൊള്ളുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു, പ്രയാസമുള്ള സമയത്ത് പറ്റുന്നത് നൽകുക, ബാക്കി പിന്നീട് അടക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിന് വേണ്ടിയാണ് നൽകുന്നത്, ഞാൻ തഖ്വ അനുസരിച്ച് പ്രവർത്തിക്കും,
അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അള്ളാഹു നല്ല നിലയിൽ വേണ്ട സംവിധാനം ഒരുക്കുന്നതാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പിന്നീട് വൈകാതെ തനിക്ക് ഫണ്ട് കിട്ടാനുള്ള ഒരുപാട് കാലമായി കുടുങ്ങിക്കിടക്കുന്ന ഇത്ര പെട്ടെന്ന് ലഭിക്കുമെന്ന് ഒരിക്കലും നനച്ചിരിക്കാത്ത ഒരു സംഖ്യ പ്രതീക്ഷിതമായി തിരിച്ചു ലഭിച്ചു എന്ന് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തെ വഖഫ് ജദീദ് ഇൻസ്പെക്ടറിനെ ഫോൺ വിളിച്ച് അറിയിക്കുകയുണ്ടായി. അപ്പോഴാണ് അള്ളാഹു ചന്തയുടെ ബർക്കത്തായി എല്ലാ കാര്യങ്ങളും നടത്തിക്കൊടുത്തു. എൻ്റെ ഈമാനും വർദ്ധിപ്പിച്ചു. ത്യാഗം ചെയ്യുന്നവരുടെ അള്ളാഹുവിൻ്റെ പെരുമാറ്റം എങ്ങനെയാണെന്ന് എനിക്ക് കാണാനും സാധിച്ചു എന്ന് പറയുന്നുണ്ട്. അടുത്തത് തെക്കേ അമേരിക്കയിലെ ഗ്വാഡലൂപ്പിൽ നിന്നുള്ള 28 വയസ്സുള്ള ജർമൻസൺ എന്ന വിദ്യാർത്ഥിയുടെ അനുഭവമാണ് പങ്കുവെക്കാനുള്ളത്. പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്. ദരിദ്ര രാജ്യമാണത്. വഖഫ് ജദീദിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചും അദ്ദേഹത്തെ ഉണർത്തി ഉപദേശിച്ചു. പൊതുവെ പറയാറുള്ളതും ഇതാണ്, നവാഹമ്മദികൾക്ക് ചന്തയുടെ ശീലം വളർത്തിയെടുക്കാൻ വഖഫ് ജദീദിലും തഹരീക്ക് ജദീദിലും അവരെ ഉൾപ്പെടുത്തി അവരെ ശ്രദ്ധ ചെലുത്തുക എന്നാണ്. അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ഉണർത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കയ്യിലൊന്നുമില്ല, എന്നാൽ ഇതിൽ പങ്കെടുക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. എന്നാൽ ഒട്ടും കയ്യിൽ പൈസയില്ല. ഈ മാസം തന്നെ എങ്ങനെ ചെലവ് നടന്നു പോകുമെന്നും ധാരണയില്ല. നോക്കുക, തൻ്റെ പക്കൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഈ മാസത്തെ ചെലവ് എങ്ങനെ നടക്കുമെന്നും ധാരണയില്ലാത്ത അവസ്ഥയിലും ത്യാഗത്തിന് വേണ്ടി ആഗ്രഹമുണ്ടാകുന്നത് വളരെ ബുദ്ധിമുട്ടും ഉള്ള കാര്യമാണ്. ആളുകളുടെ കയ്യിൽ പണം കിട്ടിയാൽ ആദ്യം സ്വന്തം ചെലവാണ് നടത്തുക. എന്നാൽ വിശ്വാസം സ്വീകരിച്ച ശേഷം, അഹമ്മദികളായതിനു ശേഷം അവരുടെ അവസ്ഥ തന്നെ മറയുന്നു. മൊബൈലിക്ക് പറഞ്ഞു, താങ്കൾ വിദ്യാർത്ഥിയല്ലേ, വലിയ ത്യാഗത്തിനൊന്നും ആവശ്യമില്ല. തൗഫീഖ് അനുസരിച്ച് 1-2 രൂപ നൽകുക. അള്ളാഹു നിയത്ത് നോക്കിയാണ് പ്രതിഫലം നൽകുന്നത്. തൗഫീഖ് അനുസരിച്ച് പിന്നീട് നൽകാവുന്നതാണ്. പറയുന്നു, ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം മിഷൻ ഹൗസിൽ വരികയും 160 യൂറോ വഖഫ് ജദീദ് ചന്ദ വീതമായി അടക്കുകയും ചെയ്തു. പറഞ്ഞു, വഖഫ് ജദീദിനായി സാമ്പത്തിക ത്യാഗം ചെയ്യാൻ തീരുമാനിച്ച അതേ ആഴ്ചയിൽ തന്നെ അള്ളാഹു എൻ്റെ സമ്പത്തിൽ ബർക്കത്ത് ചൊരിയുകയും അനുഗ്രഹം ചൊരിയുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചന്ത നൽകുന്നതിന് മുമ്പ് തന്നെ ശമ്പളം നൽകുകയും സാധാരണയേക്കാൾ കൂടുതലായി നൽകുകയും ചെയ്തു. യാതൊരു കാരണവുമില്ലാതെയാണ് അവർ ശമ്പളം അധികരിപ്പിച്ചത്. എനിക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ടാണ് ഇത്രയും തുക അധികം നൽകിയതെന്ന് പറയുകയും ചെയ്യുകയുണ്ടായി. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു അത്ഭുതം കൂടി നടന്നതായി അദ്ദേഹം അറിയിച്ചു. 160 യൂറോ നൽകിയപ്പോൾ കൂടുതൽ നൽകണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതിനുള്ള സാഹചര്യം ഒത്തുവരുന്നുണ്ടായിരുന്നില്ല എന്നും പറഞ്ഞു. എന്നാൽ ചന്ത നൽകി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അപ്രതീക്ഷിതമായി നല്ലൊരു സംഖ്യ ലഭിച്ചു. ഒരു ട്രെയിനിങ് സെന്ററിൽ നിന്ന് തനിക്ക് കുറച്ച് പണം ലഭിക്കാനുണ്ടായിരുന്നു. പലതവണ ആവശ്യപ്പെട്ടിട്ടും അത് തരുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ചന്ത നൽകിയതിന് ബർക്കത്താൽ അള്ളാഹു ആ തുകയിൽ ലഭ്യമാക്കി. അങ്ങനെ അദ്ദേഹം 140 യൂറോ കൂടി അധികമായി വഖഫ് ജദീദിലേക്ക് നൽകി. പട്ടിണിയിൽ കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് 300 യൂറോ ചന്ത നൽകാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ മാറ്റി എന്നതാണ്. ഇതുപോലെ മറ്റു പല സംഭവങ്ങളുമുണ്ട്. ചില ആളുകൾക്ക് അസാധാരണമായ രീതിയിൽ പണം ലഭിക്കുന്നു. കിർഗിസ്ഥാനിലെ ജമാത്തിൽ നിന്നുമുള്ള യൂലിയ ഗോർണവ സാഹിബ ഇപ്രകാരം പറയുന്നു, ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ശമ്പളം വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ബോണസായി മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നും എത്ര ലഭിക്കും ബോണസ് എന്നും അറിയില്ലെന്നുമാണ് പറഞ്ഞത്. ഒക്ടോബർ മാസത്തിൽ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം ലഭിച്ചപ്പോൾ തന്നെ വീട്ടിൽ വലിയ ചെലവുകൾ ഉണ്ടായിട്ടും ഞാൻ ഏറ്റവും ആദ്യം വഖഫ് ജദീദ് ചന്ത അടച്ചു. ഇവിടെയാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൻ്റെ അടയാളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥ ത്യാഗം ഇതാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാന പൂർത്തീകരണം നമുക്ക് കാണാൻ സാധിക്കുന്നു. താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നാണ് യഥാർത്ഥ ത്യാഗം. ആ സമയത്ത് അവർക്ക് ആ പണം വളരെ അത്യാവശ്യമായിരുന്നു. എങ്കിലും ജമാഅത്തിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതിനാണ് അവർ മുൻഗണന നൽകിയത്. ഒരുപാട് ചെലവുകൾ മുന്നിലുണ്ടായിരുന്നു. ആ മാസാവസാനം ശമ്പളത്തിൽ 40% വർധന ഉണ്ടായതും ജോലിയുടെ നിലവാരമനുസരിച്ച് അധിക ബോണസ് ലഭിക്കുമെന്നും അവർക്ക് ലഭിക്കുകയും ചെയ്തു എന്നവർ അറിയിക്കേണ്ടായി. അങ്ങനെ എക്സ്ട്രാ ബോണസും ലഭിക്കുമെന്ന് അറിയാനായി. ഞാൻ വളരെ അത്ഭുത പരതന്ത്രയായി. ശമ്പളത്തിൽ ഇത്രയും വലിയ വർധനവ് തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. തൻ്റെ ചെലവുകൾക്ക് എത്ര തുകയാണോ കുറവുണ്ടായിരുന്നത് കൃത്യം അത്രയും തുക തന്നെ വർധനവായി ലഭിച്ചു. താൻ നടത്തിയ ത്യാഗത്തിന് അള്ളാഹു നൽകിയ അപ്രതീക്ഷിത അനുഗ്രഹമാണിതെന്ന് താൻ അടിയുറച്ച് വിശ്വസിക്കുന്നുവെന്ന് അവർ പറയുകയുണ്ടായി. വഖഫ് ജദീദ് ചന്ത നൽകിയതായിരുന്നു. ചെലവിൽ ബാക്കിയുള്ളത് ഈ സംഖ്യയിൽ നിന്ന് പൂർത്തിയായി. കൂടാതെ ലാഭമില്ലാതെ നടന്നിരുന്ന അവരുടെ മറ്റൊരു ബിസിനസ്സിൽ നവംബർ മാസത്തിൽ വഖഫ് ജദീദ് അടച്ചപ്പോൾ ഡിസംബർ മാസത്തോടെ ലാഭം ഇരട്ടിയാവുകയും ചെയ്തു എന്ന് മറ്റൊരു അത്ഭുത സംഭവം അവർ പങ്കുവെക്കുകയുണ്ടായി.
കാരണം അവർക്ക് ഇൻക്രിമെൻ്റ് ഒന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. വാഗ്ദാനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് എനിക്ക് ലാഭത്തിൽ ഇരട്ടി ഉണ്ടായതെന്നും അവർ പറയുകയുണ്ട്. സമാനമായൊരു മറ്റൊരു സംഭവം ഇന്തോനേഷ്യയിലെ മെൻഡോങ് ജമാത്തിലെ അംഗമായ രാമസാഹിബയുടേതാണ്. അവർ ഇന്തോനേഷ്യയിലെ നാഷണൽ മീഡിയ ഫ്രീലാൻസ് റൈറ്ററാണ്, എഴുത്തുകാരിയാണ്, വളരെ വിദ്യാസമ്പന്നയാണ്. അവരുടെ ഈ ജോലിയിലൂടെയാണ് അവരുടെ നിത്യവൃത്തിക്കുള്ള വകയുണ്ടാകുന്നത്. പറയുന്നു, ഈ വർഷം എൻ്റെ ലേഖനങ്ങളൊക്കെ നിരസിക്കപ്പെട്ടു, പുസ്തകങ്ങളുടെ വിൽപ്പന കുറഞ്ഞു. അത് കാരണം വഖഫ് ചെയ്ത് വാഗ്ദാനം നിറവേറ്റാൻ കഴിയാത്തതിൽ അവർ അതീവ ദുഃഖിതയായിരുന്നു, വളരെയധികം പ്രയാസത്തിലും പരിഭ്രമത്തിലുമായിരുന്നു. അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് കുറച്ച് തുക അവർ അടച്ചു. എന്നിട്ട് ദുആ ചെയ്തു, അള്ളാഹു എല്ലാം നിൻ്റെതാണ്, നീയാണ് എൻ്റെ പ്രയാസങ്ങൾ, നീ തന്നെ എൻ്റെ പ്രയാസങ്ങൾ അകറ്റിയാലും. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എൻ്റെ മുസല്ല നമസ്കാര പായ മടക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫോൺ കോൾ വന്നു. പറഞ്ഞു, ഒരു എമർജൻസി അർജന്റ് ട്രാൻസ്ലേഷന് വേണ്ടി അടിയന്തര വിവർത്തനത്തിന് സഹായം വേണമെന്നായിരുന്നു ആവശ്യം ഉന്നയിച്ചത്. ജോലി പൂർത്തിയായപ്പോൾ സുഹൃത്ത് നൽകിയ കവറിൽ വഖഫ് ജദീദ് പൂർത്തിയാക്കാൻ ആവശ്യമായ കൃത്യം സംഖ്യ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അതെടുത്ത് വഖഫ് ജദീദ് ചന്ത അടിച്ച് പൂർത്തിയാക്കി. പിന്നീട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇപ്രകാരമായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ ഒരു പുസ്തകം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടുവെന്നും റോയൽറ്റി 10% നിന്ന് 30% വർദ്ധിപ്പിച്ചുവെന്നും എഡിറ്ററുടെ ഒരു സന്ദേശവും എനിക്ക് ലഭിക്കേണ്ടത്. മാത്രമല്ല, അസാധ്യമെന്ന് കരുതിയിരുന്ന മകൻ്റെ മെഡിക്കൽ കോളേജ് അഡ്മിഷനും പ്രവേശനവും അതിൻ്റെ ബർക്കത്താൽ എളുപ്പമായി. വരുമാനത്തിൽ നിന്ന് ആദ്യം ചന്ത മാറ്റിവെക്കാൻ തുടങ്ങിയത് മുതലാണ് തൻ്റെ ഈ ഭൗതികമായ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു തന്നെ പരിഹരിക്കുന്നു എന്നത് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണെന്ന് അവർ ഏറ്റുപറയുന്നു. ഇതാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം. ഇത് അള്ളാഹു പൂർത്തിയാക്കുന്നു. ഇവിടെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഞാൻ വിടുകയാണ്. വഖഫ് ജദീദിന്റെ ഈ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടുകളെ കുറിച്ച് ആണ് പറയാനുള്ളത്. ജമാത്തുകളിൽ നിന്നുള്ള വരുമാനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് സമർപ്പിക്കുന്നത്. പൂർണ്ണമായും റിപ്പോർട്ട് അവതരിപ്പിക്കാൻ സാധ്യമല്ല. ഇന്നത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച് ആഫ്രിക്ക പോലെ സ്ഥലങ്ങളിൽ പൂർണ്ണമായ റിപ്പോർട്ടുകൾ ലഭ്യമല്ല. എന്നാൽ ലഭ്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ കണക്കുകൾ അവതരിപ്പിക്കുന്നതാണ്. വഖഫ് ജദീദിന്റെ 68-ാം വർഷം ഇതോടെ പൂർത്തിയായി. 69-ാമത്തെ നവവർഷം തുടങ്ങിയിരിക്കുകയാണ്. 69-ാം വർഷത്തിൻ്റെ പുതുവർഷ വിളംബരമാണിത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വർഷം ലോകമെമ്പാടുമുള്ള അഹമ്മദികൾ നൽകിയ ആകെ ത്യാഗത്തിൻ്റെ തുക 14.97 മില്യൺ പൗണ്ടാണ്. അതായത് ഏകദേശം 15 മില്യൺ പൗണ്ടാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 1.3 മില്യൺ പൗണ്ടിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാ. $1.3 ദശലക്ഷം പൗണ്ടിൻ്റെ വർധനവ്. കാനഡയും ബ്രിട്ടനുമാണ് 1ഉം 2ഉം സ്ഥാനങ്ങളിലുള്ളത്. ബ്രിട്ടൻ ഈ വർഷം മൊത്തത്തിലുള്ള കണക്കിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ടെങ്കിലും കാനഡ വലിയ പരിശ്രമം നടത്തുകയും ഏകദേശം ബ്രിട്ടനോട് അടുത്ത് എത്തി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷം അവർ 2ാം സ്ഥാനത്താണുള്ളത്. 3ാം സ്ഥാനത്ത് ജർമ്മനിയും 4ാം സ്ഥാനത്ത് അമേരിക്കയുമാണുള്ളത്. 5ാം സ്ഥാനത്ത് ഇന്ത്യയാണുള്ളത്. പിന്നീട് ഓസ്ട്രേലിയ, തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്ത്, പിന്നീട് ഇന്തോനേഷ്യ, വീണ്ടും മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്ത്, 10ാം സ്ഥാനത്ത് ബെൽജിയം എന്നിങ്ങനെയാണ്. ആഫ്രിക്കയിൽ മൊത്തത്തിലുള്ള വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ 10 സ്ഥാനങ്ങളിലുള്ള രാജ്യങ്ങളുടെ പേരുകൾ ഈ ക്രമത്തിലാണ്. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഗാന 1ാം സ്ഥാനത്താണ്. പിന്നീട് മൗറീഷ്യസ്, ബുർക്കിന ഫാസോ, താൻസാനിയ, നൈജീരിയ, ലൈബീരിയ, ഗാംബിയ, സിയറ ലിയോൺ, ബെനിൻ, മാലി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ചന്ത നൽകിയവരുടെ ആകെ എണ്ണം 15 ലക്ഷമാണ്. ഇതിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്താൻ പരിശ്രമിച്ചവരിൽ നൈജീരിയ, നൈജർ, ഗാംബിയ, ഗിനി ബസാവ്, കോങ്കോ ബ്രാസീൽ, ഐവറി കോസ്റ്റ്, സെൻട്രൽ ആഫ്രിക്ക, കോങ്കോ കിൻഷാസ എന്നിവർ എടുത്തു പറയേണ്ടവരാണ്. അവർ ജനങ്ങളെ ഇതിൽ ഉൾപ്പെടുത്താൻ വലിയ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്.
മൊത്തം തുകയുടെ അടിസ്ഥാനത്തിൽ, വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനിലെ 10 വലിയ ജമാത്തുകൾ ഒന്നാം സ്ഥാനത്ത് ഇസ്ലാമാബാദ് ആണ്. രണ്ടാമത് വൂസ്റ്റർ പാർക്ക്, 3 ആഷ്, പിന്നീട് വോൾസാൾ, ഓൾഡർഷോട്ട് സൗത്ത്, ഫർണം നോർത്ത്, തുടർന്ന് മോർഡൻ, ഫർണം സൗത്ത്, ജില്ലിംഗ്ഹാം, പിന്നെ ഓൾഡർഷോട്ട് നോർത്ത് എന്നിവയാണ്. 5 റീജിയനുകൾ ഒന്നാം സ്ഥാനത്ത് ഇസ്ലാമാബാദാണ്. പിന്നീട് ബൈത്തുൽ ഫുത്തു, ഫസൽ മോസ്ക്, ബൈത്തുൽ ഇഹ്സാൻ, വെസ്റ്റ് മിഡ്ലാൻഡ്സ് എന്നിവയാണ്. ദഫ്തർ അത്ഫാൽ, കുട്ടികളുടെ വിഭാഗം വഖഫ് ചെയ്തിയിൽ പ്രത്യേക കണക്കുള്ളതിനാൽ അതിലെ സ്ഥാനങ്ങളും ഇപ്രകാരമാണ്. ഓൾഡർഷോട്ട് സൗത്ത് ഒന്നാം സ്ഥാനത്താണ്. പിന്നീട് ഓൾഡർഷോട്ട് നോർത്ത്, പിന്നെ മോർഡൻ, ആഷ്, ചീം സൗത്ത്, ഫാർണം സൗത്ത്, ഇസ്ലാമാബാദ്, റോഹാംപ്റ്റൺ വേൽ, വിച്ചിം പാർക്ക്, വോൾസാൽ എന്നിവയാണ്. രണ്ടാം സ്ഥാനത്ത് കാൻഡയാണ്. മൊത്തം സ്ഥാനങ്ങളിൽ കാൻഡയിലെ ജമാത്തുകളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് വോൺ ആണ്. പിന്നീട് പീസ് വില്ലേജ്, പിന്നെ കാൽഗറി, ബ്രാംപ്ടൺ വെസ്റ്റ്, വാൻകൂവർ, ടൊറാൻഡോ വെസ്റ്റ്, മിസിസാഗ, ബ്രാംപ്ടൺ ഈസ്റ്റ്, ടൊറാൻഡോ എന്നിവയാണ്. കാനഡയിലെ 10 വലിയ ജമാത്തുകൾ ഇവയാണ്. ഹാമിൽട്ടൺ ഒന്നാം സ്ഥാനത്ത്, പിന്നീട് എഡ്മണ്ടൺ വെസ്റ്റ്, ഹദീക അഹമ്മദ്, ഹാമിൽട്ടൺ മൗണ്ടൻ, ഓട്ട്വ വെസ്റ്റ്, റിജൈന, എഡ്രൈ, ഇൻസ്ഫിൽ, വോഡ്രിയൽ, സഡ്ബറി എന്നിവയാണ്. സഡ്ബറി ഏതായാലും. അത്ഫാലിൽ ഇവയുടെ സ്ഥാനങ്ങൾ: വോൺ ഒന്നാം സ്ഥാനത്താണ്. പിന്നെ ടൊറാൻഡോ വെസ്റ്റ്, പീസ് വില്ലേജ്, കാൽഗറി, ബ്രാംപ്ടൺ വെസ്റ്റ്, ബ്രാംപ്ടൺ ഈസ്റ്റ്, വാൻകൂവർ, മിസ്സാഗ, ടൊറാൻഡോ എന്നിവയാണ്. അത്ഫാലിൽ മുൻപന്തിയിലുള്ള മറ്റ് ജമാത്തുകൾ: ഹദീക അഹമ്മദ് ഒന്നാം സ്ഥാനത്ത്, ലണ്ടൻ സൗത്ത്, ഹാമിൽട്ടൺ, കാനഡയിലും ഒരു ലണ്ടനുണ്ട്, ഹാമിൽട്ടൺ മൂന്നാം സ്ഥാനം, ഇൻസ്ഫിൽ, മോൺട്രിയൽ വെസ്റ്റ്, ബൈത്തുൽ ഇഹ്സാൻ, സാസ്കറ്റൂൺ വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, ഡർഹം ഈസ്റ്റ്, വുഡ്സ്റ്റോക്ക്, എബർട്സ്ഫോർഡ്, ബർലിംഗ്ടൺ. ജർമ്മനിയിലെ 5 ലോക്കൽ ജമാത്തുകളിൽ ഹാംബർഗ് ഒന്നാം സ്ഥാനത്തും ഫ്രാങ്ക്ഫർട്ട് രണ്ടാം സ്ഥാനത്തുമാണ്. പിന്നീട് വീസ്ബാദൻ, റീഡർസ്റ്റഡ്, ഗ്രോസ്ഗ്രാവു. ഈ 10 ജമാത്തുകൾ ഇവയാണ്. ആദ്യം ലോക്കൽ ഇമാർത്തുകളാണ്. ജമാത്തുകൾ ഇവയാണ്: റോഡ്ഗാവു, നിഡ, നോവീഡ്, റോഡർമാർക്ക്, വൈൻഗാർട്ടൻ, ഫ്ലോറൻഷൈം, ബെർലിൻ, കോംപ്ലൻസ്, മെഹദിയാബാദ്, പിന്നെ ബർഗ്. അത്ഫാലിലെ 5 റീജിയനുകൾ: വെസ്ബാദൻ ഒന്നാം സ്ഥാനത്താണ്. ഹാംബർഗ്, ഹൗസൻ, സൗത്ത് ഈസ്റ്റ്, മാൻഹൈം, വെസ്റ്റ്ഫാലൻ തുടങ്ങിയവ. അമേരിക്കയിലെ 10 ജമാത്തുകൾ: നോർത്ത് വിർജീനിയ ഒന്നാം സ്ഥാനത്താണ്. പിന്നീട് മേരിലാൻഡ്, പിന്നെ ലോസ് ആഞ്ചലസ്, ഷിക്കാഗോ, സിയാറ്റിൽ, സിലിക്കൺ വാലി, ഡാലസ്, ഡിയോട്രോയിറ്റ്, സൗത്ത് വിർജീനിയ, ജോർജിയ, കരോലീന എന്നിവ. അത്ഫാലിൽ മേരിലാൻഡ് ഒന്നാം സ്ഥാനത്താണ്. പിന്നീട് ആൽബനി, ലോസ് ആഞ്ചലസ്, നോർത്ത് വിർജീനിയ, സിയാറ്റിൽ, ഷിക്കാഗോ, ജോർജിയ, കരോലീന, ഡാലസ്, ഓഷ്കോഷ്, ഹൂസ്റ്റൺ എന്നിവയാണ്. പാകിസ്ഥാനും ഈ പട്ടികയിലുണ്ട്. മൊത്തം കണക്കെടുത്താൽ അത് 5ാം സ്ഥാനമാണുള്ളത്. അവിടെ കറൻസി മൂല്യം വളരെ കുറഞ്ഞിരിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ത്യാഗത്തിന്റെ നിലവാരം അള്ളാഹുവിന്റെ കൃപയാൽ പാകിസ്ഥാനിൽ വളരെ ഉയർന്നിട്ടുണ്ട്. പാകിസ്ഥാനിൽ 1ാം സ്ഥാനത്ത് ലാഹോർ ആണുള്ളത്. 2ാം സ്ഥാനത്ത് റബുവയും 3ാം സ്ഥാനത്ത് കറാച്ചിയുമാണ്. മുതിർന്നവരുടെ ചന്ത ബാലിഖാനിൽ ജില്ലകളുടെ ക്രമം ഇപ്രകാരമാണ്: ഇസ്ലാമാബാദ് ഒന്നാമത്, പിന്നീട് ഫൈസലാബാദ്, റാവൽപിണ്ടി, ഗുജറാത്ത്, സർഗോദ, ഉമർകോട്ട്, മുൽത്താൻ, നാരോവാൾ, മീർപുർ ഖാസ്, ഡേറ ഗാസി ഖാൻ. ആദ്യ 10 ജമാത്തുകളിൽ ഇസ്ലാമാബാദ് സിറ്റി 1ാം സ്ഥാനത്താണ്. പിന്നെ ടൗൺഷിപ്പ് ലാഹോർ, പിന്നെ ഡിഫൻസ് ലാഹോർ,
ദാറുൽ സിക്ർ ലാഹോർ, സമനാബാദ് ലാഹോർ, അല്ലാമി ഇക്ബാൽ ടൗൺ ലാഹോർ, ബൈത്തുൽ ഹസൻ ഫൈസലാബാദ്, മുഗൽപുര ലാഹോർ, മുൽത്താൻ സിറ്റി, ഡൽഹി ഗേറ്റ് ലാഹോർ. അത്ഫാലിൽ പാകിസ്ഥാനിലെ ജമാഅത്തുകളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ലാഹോർ ആണ്. രണ്ടാം സ്ഥാനത്ത് റബ്വ, മൂന്നാം സ്ഥാനത്ത് കറാച്ചി. ജില്ലകളുടെ സ്ഥാനങ്ങൾ ഇപ്രകാരമാണ്: ഇസ്ലാമാബാദ് ഒന്നാം സ്ഥാനം, ഫൈസലാബാദ് രണ്ടാം സ്ഥാനം, നരോവാൾ, റാവൽപിണ്ടി, ഉമർകോട്ട്, സർഗോദ, ഗുജറാത്ത്, മീർപൂർ ഖാസ്, ലയ്യ, ടോബ ടെക്സിംഗ് എന്നിവയാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളം ഒന്നാം സ്ഥാനത്തുള്ളത്, പിന്നീട് തമിഴ്നാടും. സ്റ്റേറ്റ് വൈസ് കേരളം ഫസ്റ്റ്, തമിഴ്നാട് പിന്നീട് രണ്ടാം സ്ഥാനത്ത്, പിന്നെ ജമ്മു കാശ്മീർ, തെലങ്കാന, കർണാടക, ഒഡീഷ, പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവയാണ്. ജമാഅത്തുകളിൽ ആദ്യ 10 സ്ഥാനങ്ങൾ ഇവയാണ്: കോയമ്പത്തൂർ ഒന്നാം സ്ഥാനത്താണുള്ളത്, പിന്നീട് ഹൈദരാബാദ്, പിന്നെ കാദിയാൻ, കാലിക്കറ്റ്, മേലപ്പാളയം, ബാംഗ്ലൂർ, മഞ്ചേരി, കൊൽക്കത്ത, കേരങ്, കരുളായി. ഓസ്ട്രേലിയയിലെ 10 ജമാഅത്തുകൾ ഇവയാണ്: മെൽബൺ, ലോങ് വാരൻ, മാസ്ഡൻ പാർക്ക്, കാസിൽ ഹിൽ, മെൽബൺ ബെറിക്, മെൽബൺ ക്ലൈഡ്, പെൻറിത്ത്, പെർത്ത്, മെൽബൺ വെസ്റ്റ്, ലോഗൻ ഈസ്റ്റ്, മെൽബൺ ഈസ്റ്റ്. അതുപോലെ തന്നെ ജമാഅത്തുകളുടെ സ്ഥാനങ്ങൾ ഇപ്രകാരമാണ്: മെൽബൺ ലോങ് വാറൻ, വാസ്റ്റൺ പാർക്ക്, കാസർ ഹിൽ, മെൽബൺ ബെറിക്, മെൽബൺ ക്ലൈൻ, പെൻറിത്ത്, മെൽബൺ ഈസ്റ്റ്, പെർത്ത്, മെൽബൺ വെസ്റ്റ്, എഡ്ലിറ്റ് വെസ്റ്റ്. അത്ഫാൽ ഇവയുടെ സ്ഥാനങ്ങൾ ഇപ്രകാരമാണ്: ലോഗൻ ഈസ്റ്റാണ് ഒന്നാം സ്ഥാനത്ത്, പിന്നീട് മെൽബൺ ലോങ് വാരൻ, എഡ്ലൈൻഡ് സൗത്ത്, മെൽബൺ വെസ്റ്റ്, ലോഗൻ വെസ്റ്റ്, മെൽബൺ ബെറിക്, കോസിൽ ഹിൽ, പെർത്ത്, അതുപോലെ തന്നെ ലാംപ്ടൺ, പിന്നെ പെൻറിത്ത്. അള്ളാഹു ഈ ത്യാഗങ്ങൾ ചെയ്യുന്ന എല്ലാവരുടെയും സമ്പത്തിലും ജീവനിലും കണക്കില്ലാത്ത ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. ചില ജമാഅത്തുകളുടെ പേരുകൾ ഞാൻ വായിക്കുന്നത് തങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് അറിയാൻ അവർക്ക് ആഗ്രഹമുണ്ടാകും എന്നതിലാണ്. കീഴ്വഴക്കം അനുസരിച്ചാണ് ഇത് വായിക്കുന്നത്. ഹസ്രത്ത് മസീഹ് ഇസ്ലാം അരുൾ ചെയ്യുന്നു: തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു, പിശുക്കും ഈമാനും വിശ്വാസവും ഒരേ ഹൃദയത്തിൽ ഒന്നിച്ചു കൂടുകയില്ല. സത്യസന്ധമായ ഹൃദയത്തോട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവൻ തൻ്റെ പെട്ടിയിൽ പൂട്ടിവെച്ചിരുന്ന ധനം മാത്രമല്ല തൻ്റെ സമ്പത്തായി കരുതുന്നത്, മറിച്ച് അള്ളാഹുവിൻ്റെ എല്ലാ ഖജനാവുകളെയും അവൻ സ്വന്തം ഖജനാവായി കരുതുന്നു. പ്രകാശത്തിൽ നിന്ന് ഇരുട്ട് അകന്നു പോകുന്നത് പോലെ അവനിൽ നിന്ന് പിശുക്ക് അകന്നു പോകുന്നു. അതിനാൽ ഇത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കൃപയാണ്. അള്ളാഹു എപ്രകാരമാണ് ജനങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. കാരണം എല്ലാ ഖജനാവുകളും അള്ളാഹുവിൻ്റെ പക്കലാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഹദീസുകളിലും വന്നിട്ടുണ്ട്, എല്ലാ ഖജനാവുകളും അള്ളാഹുവിൻ്റെ പക്കലാണ്, പരലോകത്ത് അവൻ അത് നൽകി അനുഗ്രഹിക്കുമെന്നാണ്. എന്നാൽ ഈ ലോകത്തും അവൻ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. വിശുദ്ധ ഖുർആനിലും അള്ളാഹു ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മെ എപ്രകാരം അനുഗ്രഹിക്കുന്നതെന്ന് കണ്ട് മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോകുന്നു. ജനങ്ങൾ ഇതിന് അനുഭവസ്ഥരാണ്. ചില സംഭവങ്ങൾ ഞാൻ കേൾപ്പിക്കുകയും ചെയ്തു. ഭാവിയിലും സാമ്പത്തിക ത്യാഗങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം നമ്മുടെ ഈമാനിലും ഉറപ്പിലും വർധനവും നൽകുകയും ചെയ്യുമാറാകട്ടെ. Alhamdulillah, alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله
ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.